ഹലോ ഫ്രണ്ട്സ്, മിനി ഡ്രാഫ്റ്റർ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ടിമ്പർ എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടിമ്പർ ഒബ്റ്റെയിൻഡ് ആഫ്റ്റർ ഫെല്ലിംഗ് എ ട്രീ ഈസ് കോൾഡ് ആസ്. ഓപ്ഷൻ എ കൺവേർട്ടഡ് ടിമ്പർ, ബി റഫ് ടിമ്പർ, സി സ്റ്റാൻഡിംഗ് ടിമ്പർ, ഡി നൺ ഓഫ് ദ എബോവ്. Answer option B, rough timber. Timber obtained after felling a tree is called rough timber. Next question. The age of trees for felling varies from option A 10 to 45 years, B 50 to 100 years, C 20 to 40 years, D 15 to 30 years. Answer option B 50 to 100 years. മരം മുറിക്കാൻ ഏറ്റവും ആപ്റ്റായ ഇയേഴ്സ് എന്ന് പറയുന്നത് ആ മരത്തിൻ്റെ 50 to 100 ഇയേഴ്സ് വരെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലൈഫ് ടൈം ഓഫ് എ മോഡറേറ്റ്ലി ഡ്യൂറബിൾ ടിമ്പർ? ഓപ്ഷൻ എ 10 to 20 ഇയേഴ്സ്, ബി 1 to 5 ഇയേഴ്സ്, സി 10 to 15 ഇയേഴ്സ്, ഡി 5 to 10 ഇയേഴ്സ്. ആൻസർ ഓപ്ഷൻ ഡി 5 to 10 ഇയേഴ്സ്. ഫോർ എ മോഡറേറ്റ്ലി ഡ്യൂറബിൾ ടിമ്പർ its lifetime is 5 to 10 years. Next question, an example for endogenous trees is option A sal, B mahogany, C bamboo, D rosewood. Answer option C bamboo. Bamboo is an example for endogenous trees. ട്രീസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് എക്സോജീനസ് ട്രീസ്, രണ്ടാമത്തത് എൻഡോജീനസ് ട്രീസ്. Exogenous trees are grow outward by the addition of one concentrating every year. എക്സോജീനസ് ട്രീസിൻ്റെ തടിയുടെ വണ്ണമായിരിക്കും കൂടാവ് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച്. അതുപോലെ തന്നെ അതിൻ്റെ ബ്രാഞ്ചസിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. ഇൻ കേസ് ഓഫ് എൻഡോജീനസ് ട്രീസ് ദേ ഗ്രോ ഇൻവേർഡ്, ഗ്രോസ് അറ്റ് എൻഡ്സ് ഇൻ ലോഞ്ചിറ്റ്യൂഡിനൽ ഫൈബ്രസ് മാസ്. അതായത് എൻഡോജീനസ് ട്രീസിൽ അവയുടെ നീളമായിരിക്കും കൂടുന്നത്. എക്സോജീനസ് ട്രീസിനെ ഫർദർ ഡിവൈഡഡ് ഇൻ ടു കോണിഫേഴ്സ് ട്രീസ് ആൻഡ് ഡിസിഡിയസ് ട്രീസ്. കോണിഫർ ട്രീസ് ആർ എവർഗ്രീൻ ട്രീസ്, അതായത് ഇവയുടെ ലീവ്സ് വേറൊരു ലീവ്സ് വന്നതിന് ശേഷം മാത്രമേ കൊഴിഞ്ഞു വീഴുകയുള്ളൂ. ദേ ആർ സോഫ്റ്റ് വുഡ്സ്. ഡിസിഡിയസ് ട്രീസ് ആർ ബോർഡ് ലീഫ് ട്രീസ്. ഇത് എവർഗ്രീൻ ട്രീ അല്ല. ഓട്ടം സീസൺ വരുമ്പോൾ ഇലകൾ കൊഴിഞ്ഞു വീഴും, എന്നിട്ട് സ്പ്രിംഗ് സീസൺ വരുമ്പോൾ പുതിയ ഇലകൾ തളിർത്തു വരും. Wood obtained from deciduous trees are very hard. Next question, which of the following is an example of softwood? Option A sal, B oak, C deodar, D mahogany. Answer option C deodar. Softwoods are obtained from conifer trees. The examples are deodar, fir, pine, etc. Next question, exogenous trees are further divided into option A 3, B 4, C 2, D 5. Answer option C 2. ഇതിൻ്റെ ആൻസർ ഓൾറെഡി പറഞ്ഞു. എക്സോജീനസ് ട്രീസ് ആർ ഡിവൈഡഡ് ഇൻ ടു 2, കോണിഫർ ആൻഡ് ഡെസിഡിയസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാർഡ്വുഡ് ഈസ് സ്ട്രോങ് ഇൻ ടെൻഷൻ ആൻഡ് വീക്ക് ഇൻ കംപ്രഷൻ. ഓപ്ഷൻ എ ട്രൂ, ബി ഫാൾസ്. Answer option B false. Hardwoods are strong in both tension and compression, but in case of softwood they are strong in tension but weak in compression. Next question, dash indicate recent growth of a tree. Option A sapwood, B cambium layer, C outer bark, D inner bark. Answer option A sapwood. ട്രീയുടെ ക്രോസ് സെക്ഷനാണ് തന്നിട്ടുള്ളത്. സെൻറ്റർ പോർഷൻ ഓഫ് ട്രീ ഈസ് കോൾഡ് പിറ്റ്. ട്രീയുടെ ഏറ്റവും ഓൾഡസ്റ്റ് ഭാഗമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഡാർക്ക് ഇൻ കളർ. അടുത്ത ഭാഗമാണ് ഹാർഡ്വുഡ്. പിത്തിനെ ചുറ്റിയിരിക്കുന്ന ഭാഗത്തിനെയാണ് ഹാർഡ്വുഡ് എന്ന് പറയുന്നത്. ഇതാണ് എൻജിനീയറിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ ഹാർഡ്വുഡിനെ ചുറ്റിയിട്ടുള്ള ഭാഗത്തിനെ സാപ്വുഡ് എന്ന് പറയുന്നു. സാപ്വുഡ് ഇൻഡിക്കേറ്റ് ദ റീസെൻറ്റ് ഗ്രോത്ത് ഓഫ് ട്രീ. സാപ്വുഡാണ് പിന്നെ കൺവേർട്ടായിട്ട് ആനുവൽ റിംഗ് ആയിട്ട് മാറുന്നത്. സാപ്വുഡിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു തിൻ ലെയർ ഓഫ് സെൽസാണ് കാമ്പിയം ലെയേഴ്സ്.
അതിന് പുറത്ത് ഈ ക്യാമ്പിയൻ ലെയറിനെ കവർ ചെയ്തിട്ടുള്ള ഭാഗത്തിന് ഇന്നർ ബാർക്കും ഏറ്റവും ഔട്ടർ മോസ്റ്റ് പാർട്ടിനെ ഔട്ടർ ബാർക്ക് എന്നും പറയുന്നു. ഇത് ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇന്നർ ബാർക്കും ഔട്ടർ ബാർക്കും പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. ദേ ആർ ഹാർഡ്. റേഡിയലി കാണുന്ന റേസ് ആണ് മെഡുലറി റേസ്. ദേ ആർ എക്സ്റ്റെൻഡഡ് ഫ്രം പിത്ത് ടു cambium layer to hold annual rings. Next question. Sap of a tree is option A, softest part of the tree. B, water content of tree. C, fluid that carries nutrients, minerals, hormones with water. D, all of the above. Answer option C, fluid that carries nutrients, minerals, hormones with water. ഫുഡ് റീസെൻ്റ് ഗ്രോത്തിനെ കാണിക്കുന്നു ആൻഡ് ദേ ആർ ലൈറ്റ് ഇൻ കളർ ബട്ട് ദേ ആർ നോട്ട് സോഫ്റ്റസ്റ്റ് പാർട്ട്. സോഫ്റ്റസ്റ്റ് പാർട്ടായിട്ട് കണക്കാക്കുന്നത് ക്യാമ്പിയം ലെയറിനെയാണ്. ഇസ് എ തിൻ ലെയർ ഓഫ് സോഫ്റ്റ് സെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് മെഡുലറി റേസ്. ഫസ്റ്റ് വൺ, ദേ എക്സ്റ്റെൻഡ് അലോങ് ഹൈറ്റ് ഓഫ് ദ ട്രീ. സെക്കൻഡ് വൺ, ദേ ക്യാരി സാപ്പ് അലോങ് ട്രീസ് ലെങ്ത്. തേർഡ് വൺ, they hold annual rings of hardwood and sapwood together. Option A, all. B, 1 and 3. C, 2 and 3. D, only 3. Answer option D, only 3. Medullary rays hold annual rings of hardwood and sapwood together. Medullary rays radial ആയിട്ടാണ് കിടക്കുന്നത്. They are extended from pith to cambium layer. Next question. Properties of a good quality timber are option A, close annual rings. B, compact medullary rays. C, dark color. D, all of the above. Answer option D, all of the above. Properties of a good quality timber are close annual rings, compact medullary rays. Also, they are dark in color. Next question. Select the properties associated with deciduous trees. First one, fast growth. Second, dark color. Third one, high weight density. Fourth one, good strength along and cross grains. Fifth one, easy conversion. Option A, all. B, 1, 3 and 4. C, 2, 3 and 4. D, 1, 3, 4 and 5. Answer option C, 2, 3 and 4. Deciduous trees are dark in colors, high weight density and good in strength along and across grains. Next question. Tensile strength of timber is equal to dash. Option A, 0.5 into compressive strength of timber along grains. B, 0.25 into compressive strength of timber along grains. C, 2 into compressive strength of timber along grains. D, 4 into compressive strength of timber along grains. Answer option C, tensile strength of timber is equal to 2 into compressive strength of timber along grains. Next question. Modulus of elasticity of timber along longitudinal axis is generally dash times to its modulus of elasticity. Option A, 2. B, 4. C, 10 to 20. D, 0.25 to 0.5. Answer option C, 10 to 20. Modulus of elasticity of timber along longitudinal axis is generally 10 to 20 times its modulus of elasticity in the perpendicular direction. Strength of timber is more in along the direction of grains than across the direction. Next question. The ratio of modulus of elasticity of wood in a direction perpendicular to the grain to the value in the direction parallel to the grain falls in the range. Option A, 1 by 20 to 1 by 12. B, 1 by 3 to 1 by 2. C, 2 to 3. D, 5 to 10. ഇത് തൊട്ടു മുന്നത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു. ആൻസർ ഓപ്ഷൻ എ, 1 to 20 to 1 to 12. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു അലോങ് ദ ഡയറക്ഷനിൽ മോഡുലസ് വെലോസിറ്റി 10 to 20 ടൈംസ് ഗ്രേറ്റർ ആണ് അക്രോസ് ദ ഡയറക്ഷനിൽ. ക്വസ്റ്റ്യൻ്റെ ബേസിൽ പറയുകയാണെങ്കിൽ മോഡുലസ് വെലോസിറ്റി ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഈസ് 1 by 20 to 1 by 12
times of less of elasticity in the longitudinal direction. Next question. Sewing a timber is easier. Option A. Along the grains. B. Across the grains. C. Both. D. None. Answer option A. Along the grains. ടിമ്പറിലെ ഫൈബറിന് അലോങ് ദ ഡയറക്ഷനിൽ കട്ട് ചെയ്യാനായിരിക്കും ഏറ്റവും ഈസിയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടിമ്പേഴ്സ് വിത്ത് ഡാഷ് ആനുവൽ റിങ്സ് ആർ ജനറലി ദ സ്ട്രോങ്ങസ്റ്റ്. ഓപ്ഷൻ എ നാരോ, ബി വൈഡ്, സി ഡിസ്റ്റിങ്ക്റ്റ്, ഡി ഇൻഡിസ്റ്റിങ്ക്റ്റ്. ആൻസർ ഓപ്ഷൻ എ നാരോ. ഹാർഡായിട്ടുള്ള ടിമ്പറിൽ ആനുവൽ റിങ്സ് ആർ നാരോ. അവ അടുത്തടുത്തായിരിക്കും ഉണ്ടായിരിക്കുക. Next question. A process involving the reduction of moisture content in timber under more or less controlled conditions towards or to an amount suitable for the purpose for which it is to be used is termed as. Option A. Scantling, B. Slacking, C. Scoring, D. Seasoning. Answer option D. Seasoning. ടിമ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ് സീസണിങ് ഓഫ് ടിമ്പർ. സീസണിങ് ഓഫ് ടിമ്പർ ഈസ് ഡൺ ടു റെഡ്യൂസ് ദ വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദ ട്രീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് സീസണിങ് ടിമ്പർ. ഓപ്ഷൻ എ റെഡ്യൂസ് ഇൻ ശ്രിങ്കേജ് ആൻഡ് വാർപ്പിംഗ്, ബി റിഡക്ഷൻ ഓഫ് വെയ്റ്റ്, സി ഇൻക്രീസ് ഇൻ സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി, ഡി റിഡക്ഷൻ ഓഫ് നാച്ചുറൽ ഡിഫക്റ്റ് ഇൻ ടിമ്പർ. ആൻസർ ഓപ്ഷൻ ഡി റിഡക്ഷൻ ഓഫ് നാച്ചുറൽ ഡിഫക്റ്റ് ഇൻ ടിമ്പർ. ടിമ്പറിൻ്റെ വാട്ടർ കണ്ടൻറ്റ് റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയാണ് സീസണിങ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് സീസണിങ് ഓഫ് ടിമ്പേഴ്സ് ആർ ബട്ട് ഹാർഡ്നെസ്, സ്റ്റിഫ്നെസ്, സ്ട്രെങ്ത്, ടു മേക്ക് ടിമ്പർ സേഫ് ഫ്രം ഫംഗൈ, ഇൻസെക്ട്സ്, ടു മേക്ക് ടിമ്പർ ഈസി വർക്കബിൾ, ടു ഡിക്രീസ് ദ വെയ്റ്റ് ഓഫ് ടിമ്പർ, to maintain shape and size when used, to make timber suitable for receiving paints, varnishes, etc., to reduce tendency to crack, shrink and warp. Next question. Well-seasoned timber may contain moisture up to. Option A 4 to 6%, B 6 to 8%, C 8 to 10%, D 10 to 12%. Answer option D 10 to 12%. Next question. Seasoning of timber is. Option A process of removing sap, B a process of painting, C coating with tar, D creosoting. Answer option A. Seasoning is the process of removing sap. Next question. Disadvantages of natural seasoning is. Option A required skilled supervision, B stack size is limited, C difficulty in parameter control, D all of the above. Answer option C. Disadvantages of natural seasoning is difficulty in parameter control. നാച്ചുറൽ എയർ ഉപയോഗിച്ച് ടിമ്പറിനെ സീസണിങ് ചെയ്യുന്ന പ്രോസസ്സാണ് നാച്ചുറൽ സീസണിങ്. നാച്ചുറൽ സീസണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇതിന് പ്രത്യേകം സ്കിൽഡ് ലേബർ ആവശ്യമില്ല, ഇതിനു വേണ്ടി പ്രത്യേകം എനർജി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നാച്ചുറൽ എയർ യൂസ് ചെയ്തിട്ടാണ് സീസണിങ് നടത്തുന്നത്. ഇനി ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ദിസ് റിക്വയർഡ് മോർ ടൈം. നാച്ചുറൽ സീസണിങ്ങിൽ ടിമ്പറിൻ്റെ പുറം ഭാഗം പെട്ടെന്ന് ഡ്രൈ ആകും, ഉൾഭാഗത്ത് എപ്പോഴും മോയ്സ്ചർ ഉണ്ടായിരിക്കും. ഇതിന് ലാർജ് ഏരിയ ആവശ്യമാണ്, കൺട്രോൾഡ് പ്രോസസ് അല്ല, അതുപോലെ തന്നെ ദർ ഈസ് മോർ പോസിബിലിറ്റി ഓഫ് ഫംഗൽ അറ്റാക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പർപ്പസ് ഓഫ് സീസണിങ് ഈസ് 1 ലോവർ ദ വെയ്റ്റ്, 2 റെഡ്യൂസ് ക്രാക്കിംഗ് സ്പ്ലിറ്റിംഗ് ടെൻഡൻസി, 3 ഇമ്പാർട്ട് സ്ട്രെങ്ത് ടു ടിമ്പർ. ഓപ്ഷൻ എ all of the above, B 2 and 3, C 1 and 3, D 1 and 2. Answer option A all of the above. Purpose of seasoning are lower the weight, reduce cracking, splitting tendency, impart strength to the timber. Next question. Limitation of artificial seasoning are 1 stack size,
2. Power and space requirement. 3. Skilled supervision. 4. Maintenance and capital cost. Fifth one, warping defect due to strong seasoning force. Option A, all of the above. B, 1, 2, 3 and 4. C, 2, 3, 4 and 5. D, 1, 3, 4 and 5. Answer option B, 1, 2, 3 and 4. Limitation of artificial seasoning are: first one, stack size. Second one, power and space requirement. Third one, skilled supervision. Fourth one, maintenance and capital cost. ആർട്ടിഫിഷ്യൽ സീസണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇതൊരു ക്വിക്ക് പ്രോസസ്സാണ്. അതുപോലെ തന്നെ നമുക്ക് സീസണിങ് ക്യാൻ ബി കൺട്രോൾഡ്. Therefore, the defect due to seasoning can be reduced. Next question, assertion. Proper drying and seasoning of timber should be done prior their preservation process is started. Reason, preservation locks up the contents present inside timber. Option A, assertion is true, reason true, and R is correct justification of A. B, A true, R true, but R is not correct justification of A. C, A true, R false. D, A false, R false. Answer option A. A true, R true, and R is correct justification of A. Next question. Boiling and water immersion type seasoning help timber to: option A, swell uniformly first, then drying them artificially ensure evenness. B, get rid of weak portions such as swamp. C, both. D, none. Answer option B. Boiling and water immersion type seasoning help timber to get rid of weak portions such as sap. Next question. Advantages of air natural seasoning is: 1. Economy. 2. No sizing, stacking restriction. 3. No power requirement. 4. Year-long process continuation. C. Evenness of exposure. Option A, all of the above. B, 1, 2, 3 and 4. C, 2, 3, 4 and 5. D, 1, 2, 3. Answer option D. Advantages of air seasoning is: economy, no sizing or stack restriction, no power requirement. Next question. Natural seasoning can lower the water content in timber to about 2 to 4%. Option A true, B false. Answer option B false. സീസണിങ് ചെയ്യുന്നത് ടിമ്പറിൻ്റെ വാട്ടർ കണ്ടൻറ്റ് 10-12% വരെ എത്തിക്കുന്നതിനാണ്. പക്ഷേ നാച്ചുറൽ സീസണിങ്ങിൽ നമുക്ക് അത്രയും തന്നെ എത്തിക്കാൻ കഴിയില്ല. അബൌട്ട് 20% വരെ ആണ് ടിമ്പറിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നാച്ചുറൽ സീസണിങ് വഴി എത്തിക്കുന്നത്. Next question. In a tree, the cambium layer is situated between: option A, the outer bark and inner bark. B, the inner bark and sapwood. C, the sapwood and heartwood. D, the pith and heartwood. Answer option A. Cambium layer is situated between the outer bark and the inner bark. Question. Which of the seasoning method is adopted for the rapid seasoning of timber on large scale to obtain any desired moisture content? Option A, air seasoning. B, boil process. C, kiln seasoning. D, all of the above. Answer option C, kiln seasoning. For rapid seasoning of timber on a large scale to obtain desired moisture content, kiln seasoning is used. Next question. Pick up the correct statement from the following method of sawing the timber. Option A, tangentially to annual rings is known as tangential method. B, in 4 quarters such that each board cut annual rings at an angle not less than 45 degree is known as quarter sawing method. C, cutout of quarter logs parallel to the medullary rays and perpendicular to
annual rings is known as radial sowing? D. All of the above. Answer option D. All of the above. സോയിങ്ങിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആണ് കാണിച്ചിട്ടുള്ളത്. ആദ്യത്തേത് ഓർഡിനറി സോയിങ്, സാധാരണ ചെയ്യുന്ന സോയിങ് ഓർഡിനറി സോയിങ്. പിന്നെ ആനുവൽ റിങ്സിന് 90 ഡിഗ്രിയിൽ സോയിങ് ചെയ്യുന്നതിന് ക്വാർട്ടർ സോയിങ്, ആനുവൽ റിങ്സിന് ടാജൻഷ്യലി സോയിങ് ചെയ്യുന്നതിന് ടാജൻഷ്യൽ സോയിങ്. അടുത്തത് റേഡിയൽ ഓർ റിഫ്റ്റ് സോയിങ്, അത് റേഡിയൽ ഡയറക്ഷനിലായിരിക്കും സോയിങ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയഗണൽ ഗ്രെയിൻ ഈസ് എ ടിമ്പർ ഡിഫക്റ്റ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ഓപ്ഷൻ എ ഇംപ്രോപ്പർ ഹാൻഡ്ലിംഗ്, ബി ഇംപ്രോപ്പർ സോയിങ്, സി ഇംപ്രോപ്പർ ഫെല്ലിംഗ്, ഡി ഓൾ ഓഫ് ദി എബോവ്. ആൻസർ ഓപ്ഷൻ ബി ഇംപ്രോപ്പർ സോയിങ്. ടിമ്പറിലെ സീസണിങ് മൂലമുണ്ടാവുന്ന ഡിഫക്റ്റിൻ്റെ അണ്ടറിലാണ് diagonal grains വരുന്നത്. Diagonals in timber is the defect which is caused by the improper sowing. Next question, fungal attack on timber is probable when option A moisture content of the timber is over 20%, B air and hot humid atmosphere is present around timber, C both of the above, D none of the above. Answer option C both of the above. Fungal attack on timber is probable when moisture content of the timber is over 20% and air and hot humid atmosphere is present around timber. Next question, callus is indication of dash of tree. Option A improper seasoning, B wound and injuries, C high moisture content, D all of the above. ആൻസർ ഓപ്ഷൻ ബി വൗണ്ട് ആൻഡ് ഇഞ്ചുറീസ്. ഡിഫക്റ്റ് നാച്ചുറൽ സീസണിങ് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. കാലസ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് വൗണ്ട് ആൻഡ് ഇഞ്ചുറീസ് ഓഫ് ദ ട്രീ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടിമ്പർ ഷുഡ് ബി പ്രിസർവ്ഡ് സോ ആസ് ടു ഓപ്ഷൻ എ പ്രൊലോങ് ഇറ്റ്സ് സർവീസ് ലൈഫ്, ബി ഇൻക്രീസ് ഇറ്റ്സ് ഡ്യൂറബിലിറ്റി, സി സെക്യൂർ ഇറ്റ് ഫ്രം അറ്റാക്ക് ഓഫ് നാച്ചുറൽ ഏജൻസീസ്, D all of the above. All of the above. Timber should be preserved so as to prolong its service life, increase its durability, and secure it from attack of natural agencies. Next question, upset are caused by option A improper felling of a tree, B action of fast flowing wind, C both of the above, D none of the above. ആൻസർ ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദ എബോവ്. ടിമ്പറിൽ ഉണ്ടാവുന്ന നാച്ചുറൽ ഡിഫക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഡിഫക്റ്റാണ് അപ്സെറ്റ്. അപ്സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് വുഡ് ഫൈബർ വിച്ച് ആർ ഇഞ്ചേർഡ് ബൈ ക്രഷിംഗ് ഓർ കംപ്രഷൻ. അപ്സെറ്റ് മെയിൻലി ഉണ്ടാവുന്നത് ഇംപ്രോപ്പർ ഫെല്ലിംഗ് ഓഫ് ട്രീസ് അല്ലെങ്കിൽ എക്സ്പോഷർ ഓഫ് ട്രീ ഇൻ ഇറ്റ്സ് യങ് ഏജ് ടു ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ്. എന്നാൽ ട്വിസ്റ്റഡ് ഫൈബറിൻ്റെ കേസിലിട്ട് വരുമ്പോൾ ഇതും ഒരു നാച്ചുറൽ ഡിഫക്റ്റ് തന്നെയാണ്. ദിസ് ഈസ് കോസ്ഡ് ബൈ ട്വിസ്റ്റിംഗ് ഓഫ് യങ് ട്രീസ് ബൈ ഫാസ്റ്റ് ബ്ലോയിങ് വിൻഡ്. ദ ടിമ്പർ വിത്ത് ട്വിസ്റ്റഡ് ഫൈബർ ഈസ് അൺസ്യൂട്ടബിൾ ഫോർ സോയിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റിൻഡിക്കൽ ഡിഫക്റ്റ് ഇൻ ടിമ്പർ ഈസ് ഓപ്ഷൻ എ അബ്നോർമൽ ഗ്രോത്ത് ഓൺ ദ ട്രീ, ബി ഫോംഡ് അറ്റ് സ്പോട്ട് വെർ ലിംബ്സ് ആർ കട്ട് ഇംപ്രോപ്പർലി, C identified by curved swelling on tree, D all of the above. Answer option D all of the above. റിൻഡിക്കൽ ഡിഫക്റ്റും നാച്ചുറൽ ഫോഴ്സസ് മൂലമുണ്ടാകുന്ന ഡിഫക്റ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിഫക്റ്റ് ഇൻ ടിമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഭാഗമാണ്. ഏതെല്ലാം ഡിഫക്റ്റ് ഏതെല്ലാം ക്ലാസിഫിക്കേഷനിൽ അണ്ടറിലാണ് വരുന്നതെന്ന് പ്രത്യേകം പഠിക്കേണ്ടതായിട്ടുണ്ട്. Legal defects are developed at points from where branches are improperly cut off or removed. They are rarely found in trees and the timber in this part is very weak and not durable. Next question, note in timber are option A defect caused by crushing fibers, B split radiating from the center, C speckled strains, D sign of branches cut off. Answer option D. Note in timber are sign of branches cut off.
നാച്ചുറൽ ഡിഫക്റ്റിൻ്റെ അണ്ടറിൽ വരുന്ന അടുത്ത ഒരു ഡിഫക്റ്റാണ് നോട്ട്. നോട്ട് എന്ന് പറയുന്നത് ബ്രാഞ്ചസ് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ കാണിക്കുന്ന ഡിഫക്റ്റാണ്. നോട്ട് ആർ ദ ഇൻഡിക്കേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഓഫ് വുഡ് ഫൈബേഴ്സ്. ദ പാർട്ട് ഈസ് വെരി ഹാർഡ് ആൻഡ് വിച്ച് ഈസ് റിമൂവ്ഡ് വെൻ ടിമ്പർ ഈസ് യൂസ്ഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോ ആൻഡ് കപ്പ് ഡിഫക്റ്റ് ഇൻ ടിമ്പർ ആർ. ഓപ്ഷൻ എ സീസണിങ് ഡിഫക്റ്റ്, ബി defect due to conversion, C natural defect, D none of the above. Answer option A seasoning defect. Bow and cup defect are seasoning defect. Defect of timber due to seasoning അഥവാ artificial defect are bow, cup, case hardening, checks, twist, etc. ടിമ്പറിനെ സീസണിങ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലോങ്കിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ ഇത് ബെൻഡ് ചെയ്യും. ഇതിനെയാണ് ബോ എന്ന് പറയുന്നത്. അതേപോലെ ബെൻഡിങ് ട്രാൻസ്വേഴ്സ് ഡയറക്ഷനിലാണെങ്കിൽ അതിനെ കപ്പ് എന്ന് പറയുന്നു. അതുപോലെ ടിമ്പർ ട്വിസ്റ്റ് ആവുകയാണെങ്കിൽ അതിനെ ട്വിസ്റ്റ് എന്ന് പറയുന്നു. അത് ഈ സൈഡിൽ കാണിച്ചിട്ടില്ല. അടുത്തത് കേസ് ഹാർഡനിങ്. ടിമ്പറിൻ്റെ എക്സ്പോസ് ചെയ്ത ഭാഗം അത് പെട്ടെന്ന് ഡ്രൈ ആകും. ദെർഫോർ ഇറ്റ് ഈസ് അണ്ടർ കംപ്രഷൻ ബട്ട് ദ ഇൻറ്റീരിയർ പാർട്ട് ഈസ് അണ്ടർ ടെൻഷൻ. ഫോർ എ കംപ്രസീവ് സ്ട്രെസ് ഈസ് ഡെവലപ്ഡ് at the outer face and tension is developed in the inner surface. This is called case hardening. One is check. It is the separation of fiber of wood. It does not extend from one end to other. Separation of fiber from one end to other is called split. Question. The timber which is partly or fully covered with resin is known as. Option A cumber timber, B imbrug timber, C rough timber, D standing timber. Answer option B imbrug timber. Steel forms of timberൽ വരുന്നതാണ് imbrug timber. Timber അല്ലെങ്കിൽ veneer sheets are dipped in resins. Phenol formaldehyde resin is the commonly used resin for imbrug timber. Next question. The presence of whitish spot or streaks in the timber is called. Option A dottiness, B dry rot, C druxiness, D foxiness. Answer option C druxiness. Druxiness is the presence of whitish spot in the surface of timber. It is also a defect due to natural reasons. Question. Which of the following statement about dry rot is not correct? Option A unseasoned softwoods cannot be easily attacked by dry rot. B it usually occurs at places where there is no free circulation of air. C if the storage of timber after its felling is not done properly, it is liable for the attack of dry rot. D it is not essential to have damp conditions for the development of dry rot. Answer option A unseasoned softwood cannot be easily attacked by dry rot. ടിമ്പറിൽ ഫംഗൽ അറ്റാക്ക് മൂലം ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് ഡ്രൈ റോട്ട്, വിച്ച് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഡ്രൈ പൗഡേഴ്സ് ഓഫ് ടിമ്പർ. പ്രോപ്പർ വെന്റിലേഷൻ, presence of dampness and the sapwood are the reasons for dry rot. Next question. The timber defect caused by the crushing of wood fibers resulting in the breakage of continuity of fiber is called. Option A rent call, B knot, C twisted fiber, D upset. Answer option D upset. The timber defect caused by the crushing of wood fiber resulting in the breakage of continuity of fiber is called upset. Next question. Which of the following is not a natural defect in timber? Option A burls, B knot, C druxiness, D honeycombing. Answer option D honeycombing. Honeycombing is the defect due to seasoning of timber. ഇതിൽ നിന്നുള്ള ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉണ്ട്. അത് ഇനി അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് മൈ ചാനൽ.